എന്നേശുവേ അങ്ങേ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. വഴിയും നീയേ സത്യവും നീയേ അങ്ങേ ഞാൻ ആരാധിക്കും. ചിന്തയും നീയേ ആശയും നീയേ അങ്ങേ ഞാൻ ആരാധിക്കും. വഴിയും നീയേ സത്യവും നീയേ അങ്ങേ ഞാൻ ആരാധിക്കും. ചിന്തയും നീയേ ആശയും നീയേ അങ്ങേ ഞാൻ ആരാധിക്കും. എന്നേശുവേ അങ്ങേ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 അതിമനോഹരമായ ഒരു ഗാനം നാം കേൾക്കുവാനിടയായി തീർന്നു. നാം ദിവസത്തിലായിരിക്കുമ്പോൾ ഒരു ദിവസം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സ്തുതിക്ക് യോഗ്യനാകുന്ന സകല പുകഴ്ചയ്ക്ക് യോഗ്യനാകുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. സങ്കീർത്തനക്കാരനായ ദാവീദ് ഇപ്രകാരം പറയുകയാണ്: യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് എന്നെ നടത്തുന്നു. നമുക്ക് വേണ്ടതെല്ലാം നൽകിത്തരുന്ന ഒരു സർവശക്തനായ ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തിൽ ആരെല്ലാം ആശ്രയിക്കുന്നു ആവശ്യമാകുന്ന സകല നന്മകളും ആ സർവശക്തനായ ദൈവം നൽകി തരുവാനിടയായിത്തീരും. പാട്ടുകാരൻ പറയുകയാണ്: ആ നന്മകൾ നൽകിത്തരുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ എപ്പോഴും നല്ല ദൈവനെ ഞങ്ങളെ നല്ലതാക്കി തീർക്കണമേ.
ഞങ്ങൾ എല്ലാവരെയും നല്ലതാക്കി തീർക്കണമെന്നുള്ള ഗാനം പ്രിയമകൾ നിങ്ങൾക്കായി ആലപിക്കുന്നു.
വേണ്ടി ഒന്ന് ദൈവത്തെ മുഖത്തപ്പെടുത്തിയ വളരെ മനോഹരമായ ഒരു ഗാനം നാം കേൾക്കുവാനിടയായിത്തീർന്നു. ഈ കാലഘട്ടത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ആരാധിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ദൈവഭക്തന്റെ പ്രത്യാശ എന്ന് പറയപ്പെടുന്നത്, ഈ ലോകത്തിലായിരിക്കുമ്പോൾ കഷ്ടതയുണ്ട്, വേദനയുണ്ട്, കണ്ണുനീരുണ്ട്, ദുഃഖമുണ്ട്, നിരാശയുണ്ട്, വേദനയുണ്ട്. എന്നാൽ അതിന്റെ മധ്യേ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വരും. അവനോട് ഒരുമിച്ച് നിത്യതയിൽ വാഴാമെന്നുള്ള ഒരു പ്രത്യാശയാണ് ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവഭക്തനുള്ളത്. അക്കരെ നാട്ടിലെ നിത്യ സൗഭാഗ്യത്തെ കുറിച്ച് വർണ്ണിക്കുന്ന ഒരു അതിമനോഹരമായ ഗാനം കർത്താവിനായി ആലപിക്കുന്നു.
അതിമനോഹരമായ ഒരു ഗാനം നാം കേൾക്കുവാനിടയായി തീർന്നു. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്നൊരു ഗാനം കൂടി നമുക്ക് ശ്രമിക്കാം. നമ്മെ നന്നായി അറിയുന്ന, നമ്മുടെ അവസ്ഥകൾ അറിയുന്ന ഒരു ദൈവം നമുക്ക് സ്വർഗത്തിലുണ്ട്. ഒരുപക്ഷെ ഇന്ന് ഈ സന്ധ്യാസമയം നമ്മളിവിടെ ഒരുമിച്ചായിരിക്കുമ്പോൾ ഓരോ വ്യക്തിയുടെ ആവശ്യം, അവരുടെ അവസ്ഥകൾ അവർക്ക് മാത്രമേ അറിയുവാൻ സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾക്ക് നിങ്ങളുടെ ആവശ്യം, നിങ്ങളുടെ കാര്യങ്ങൾ ഒരുപക്ഷെ അറിയുവാൻ കഴിയുകയില്ല. എന്നാൽ സർവശക്തനായ ദൈവം നമ്മെ ഓരോ വ്യക്തികളെയും നന്നായി അറിയുന്ന ഒരു സർവശക്തനായ ദൈവം നമുക്കുണ്ട്. ആ സർവശക്തനായ ദൈവത്തിന്റെ കീഴിൽ നാം ആയിരിക്കുകയാണെങ്കിൽ നമ്മെ അവൻ വഴി നടത്തുവാൻ സർവശക്തനായ ദൈവമാണ്. ഒരുപക്ഷെ നാം ചിന്തിക്കും, നമ്മോടൊപ്പം ഉണ്ടെന്ന് തോന്നുന്ന പലരും നമ്മെ വിട്ട് മാറിപ്പോകുവാനിടയായിത്തീരും. ഒരുപക്ഷെ നമ്മെ സ്നേഹിക്കുന്ന പലരും നമ്മെ വിട്ട് മാറിപ്പോകുവാനിടയായിത്തീരും. എന്നാൽ ഇന്ന് പകൽക്കാലം നമ്മെ സ്നേഹിക്കുന്ന, നമ്മോടൊപ്പം നമ്മുടെ സന്തോഷവേളയിലും സങ്കടവേളയിലും നമ്മെ ചേർത്ത് പിടിക്കുന്ന ആ സർവശക്തനായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ഗാനം കർത്താവദാസനങ്ങൾക്കായി ആലപിക്കുന്നു.
ആ സർവശക്തനായ ദൈവത്തെ കരങ്ങളിൽ ഒരുങ്ങി ബോധപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിമനോഹരമായ ഒരു ഗാനം നാം കേൾക്കുവാൻ ഇടയായി തീർന്നു. തുടർന്ന് ഒരു ഗാനം നമുക്ക് ശ്രമിക്കാവുന്നതാണ്. നമുക്കറിയാം, കഴുകൻ തന്റെ കുഞ്ഞുങ്ങളെ പറക്കുവാൻ പഠിപ്പിക്കുന്നത് വ്യത്യസ്തമായ ചില ട്രെയിനിങ്ങിലൂടെയാണ്. കഴുകൻ തന്റെ കുഞ്ഞിനെ തന്റെ ചിറകൻ മുകളിൽ കയറ്റിയിട്ട് ഉയർന്ന ഭാഗത്തേക്ക് പറന്നു പോകുവാനിടയായിത്തീരും. പറന്നുപോയിട്ട് തന്റെ മുകളിൽ ഇരിക്കുന്ന കഴുക കുഞ്ഞിനെ ഒന്ന് പുഷ് ചെയ്ത് ഒന്ന് തള്ളിയിടുവാനിടയായിത്തീരും. ആ കഴുകൻ കുഞ്ഞ് താഴേക്ക് വീഴുകയാണ്. താൻ നിലം പരിചയായി തീരുമെന്നുള്ള സമയമാകുമ്പോൾ, അല്ലെങ്കിൽ തന്റെ പ്രതീക്ഷകൾ കൈവിട്ടു പോവുകയാണ്. തനിക്ക് പ്രകാരം ഒരു ചിന്ത കടന്നു വന്നേക്കാം, ഞാനിപ്പോൾ നിലം പരിചയായി തീരും, ഞാനിപ്പോൾ താഴെ വീണ് മരിച്ചു പോകും എന്നുള്ള ചിന്ത കടന്നു വരുമ്പോൾ, ആ കഴുകൻ ഓടി വന്ന് തന്റെ കുഞ്ഞിനെ തന്റെ ചിറകിൻ മുകളിൽ വഹിക്കുന്നതായി കാണുവാൻ സാധിക്കപ്പെടുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇതുപോലുള്ള പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, സർവശക്തനായ ദൈവം നാം തകർന്നുവെന്ന് തോന്നുമ്പോൾ, നാം നിലംപരിചയായി എന്ന് തോന്നുമ്പോൾ, അവൻ നമ്മെ ആരോട് അണയ്ക്കുന്ന ഒരു സർവശക്തനായ ദൈവമാണ്. പാട്ടുകാരൻ ഇപ്രകാരം പറയുന്നു, നീ എൻ സ്വന്തം എന്നാരംഭിക്കുന്ന ഗാനം പ്രിയ പൈതൽ നമുക്കായി ആലപിക്കും.
Praise the Lord. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. 150 സങ്കീർത്തനങ്ങൾ അനുഭവത്തിൽ നിന്ന് തന്റെ ഭക്തന്മാർ എഴുതുവാനിടയായി തീർന്നു. അതിൽ നിന്ന് ഏറ്റവും അധികം ജനത്തെ സ്വാധീനിക്കുന്ന സങ്കീർത്തനങ്ങളാണ് ദാവീദ് എന്ന് പറയുന്ന ഭക്തന്റെ സങ്കീർത്തനങ്ങൾ. തന്റെ ജീവിതത്തിൽ തന്റെ അനുഭവം നാം പഠിക്കുമ്പോൾ തന്റെ ഭവനത്തിൽ നിന്ന് താൻ തള്ളപ്പെട്ടവനായി, തന്റെ പിതാവും മാതാവും സഹോദരന്മാരുമായി തള്ളപ്പെട്ടവനായി ഏകാന്തതയിൽ താൻ വനാന്തരത്തിലായിരിക്കുമ്പോൾ തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം, എപ്പോഴും താൻ ദൈവത്തെ സ്തുതിക്കുന്നവനായിരുന്നു, ദൈവത്തെ ആരാധിക്കുന്നവനായിരുന്നു. തന്റെ ജീവിതം നാം പഠിക്കുമ്പോൾ പലപ്പോഴും തന്റെ സങ്കീർത്തനത്തിലൂടെ താൻ പറയപ്പെടുകയാണ്, ഒറ്റപ്പെട്ട അവസ്ഥകൾ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന്. 27-ാം സങ്കീർത്തനം പഠിക്കുമ്പോൾ താൻ ഇപ്രകാരം പറയും, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ കണ്ടെത്തിയത് മുഖാന്തരം പല ബന്ധങ്ങളും നമ്മെ വിട്ട് മാറിപ്പോകുവാനിടയുണ്ട്. എന്നാൽ നമ്മുടെ ജീവിത അവസാനം വരെ കരം പിടിച്ച് നടത്തുന്ന ആ സർവശക്തനായ ദൈവത്തെ ധ്യാനിക്കുന്ന ഒരു ഗാനം കൂടി നമുക്ക് ശ്രമിക്കാവുന്നതാണ്.
പ്രൈസ് ലോർഡ്. ഒരമ്മയെ പോലെ നമ്മെ താലോലിക്കുന്ന ആ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ സർവശക്തനായ ദൈവം ആരാധനയ്ക്ക് യോഗ്യനാകുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം സർവശക്തനാണ്. ഇന്ന് നാം ലോകത്തിൽ നോക്കുമ്പോൾ പല ദൈവങ്ങളെ കാണുവാൻ സാധിക്കപ്പെടും. എന്നാൽ ദൈവമെന്ന് പറയുവാൻ ദൈവത്തിനുള്ള ക്വാളിറ്റി എന്ന് പറയപ്പെടുന്നത് സർവശക്തനായിരിക്കണം, സർവജ്ഞാനിയായിരിക്കണം, സർവവ്യാപിയായിരിക്കണം. സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ കർത്താവ് ഇന്നും അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ പാറയെ മധുരമാക്കി തീർത്തു. പാറയെ പിളർന്ന് ദാഹജലം നൽകുവാനിടയായി തീർന്നു. ആ കർത്താവ് രാജാതി രാജനാണ്, ദേവാദി ദേവനാണ്. യേശുവിന്റെ ദൈവത്തെ പോലെ വേറൊരു ദൈവവുമില്ല. നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവത്തെ പോലെ വേറൊരു ദൈവം ഉലകത്തിൽ ഇല്ലവേ ഇല്ല. ആ ദൈവത്തെ കീർത്തിക്കുന്ന ഒരു ഗാനം കർത്താവിന്റെ ദാസി നിങ്ങൾക്കായി ആലപിക്കുന്നു. അവൻ മാത്രമേ അവൻ മാത്രമേ മാറിപ്പോയാലും അവനെന്നും മാറാത്തവൻ. കാര്യങ്ങൾ മാറിപ്പോയാലും അവനെന്നും മാറാത്തവൻ. അവനല്ല അവനാദ്യം
ദൈവത്തെ വേറൊരു ദൈവമില്ല. എന്നെ സഹായിക്കാൻ തന്റെ മഹിമയോടെ ഏകായുധനായി വരും. എന്നെ സഹായിക്കാൻ തന്റെ മഹിമയോടെ ഏകായുധനായി വരും. അവനല്ല ഒമേഗ, അവനായി Praise the Lord. Hallelujah. ഒരിക്കൽ ഒരു നാടോടിയായ മനുഷ്യൻ ഓരോ പ്രദേശങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് താൻ ഇങ്ങനെ മുന്നോട്ട് കടന്നു പോവുകയാണ്. പെട്ടെന്ന് ഒരു മഴയുടെ കെടുതിയാൽ തനിക്ക് തന്റെ ടെന്റിലേക്ക് കടന്നു വരുവാൻ കഴിയാതെ താൻ ഇങ്ങനെ ആയിരിക്കുമ്പോൾ ചില ഭവനത്തിന്റെ വാതിലുകളിൽ ചെന്ന് മുട്ടുവാനിടയായി തീർന്നു. ഈ രാത്രിയിൽ എനിക്ക് തലചായ്ക്കുവാൻ ഒരിടം നൽകണമെന്ന് താൻ പല ഭവനങ്ങളിൽ ചെന്ന് മുട്ടിയിട്ട് ഒരു വാതിലും തനിക്ക് തുറന്നു കിട്ടിയില്ല. ഈ കാഴ്ചകൾ കണ്ട ദൂരെ വിദൂരത്തിൽ മാളിക മുകളിൽ ഇരുന്നു കൊണ്ട് ഒരു ധനാഢ്യനായ മനുഷ്യൻ ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. താൻ താഴെ ഇറങ്ങി വന്ന ഈ വ്യക്തിയോട് ഇപ്രകാരം ചോദിച്ചു, എന്താണ് എന്റെ ആവശ്യം? താൻ ഇപ്രകാരം പറഞ്ഞു, എന്റെ ടെന്റിലേക്ക് കടന്നു പോകുവാൻ കഴിയാതെ ഞാൻ ഭാരപ്പെടുന്നു, എനിക്കൊരു ദിവസം തലചായ്ക്കുവാൻ ഒരിടം തരണമെന്ന് താൻ ആവശ്യപ്പെടുവാനിടയായി തീർന്നു. എന്നാൽ ഈ ധനാഢ്യനായ മനുഷ്യൻ തന്റെ വീടിനോട് അടുത്ത് കുറച്ച് വേസ്റ്റ് സാധനങ്ങൾ കൂട്ടിയിട്ട ഒരു റൂമിലേക്ക് തനിക്ക് അന്നത്തെ ദിവസം തലചായ്ക്കുന്നതിന് വേണ്ടി ഇടമൊരുക്കി കൊടുക്കുവാനിടയായി തീർന്നു. എന്നാൽ താൻ ആ റൂമിലേക്ക് കയറിയപ്പോൾ പല പല വേസ്റ്റ് സാധനങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. എന്നാൽ താൻ അവിടെ ആയിരിക്കുമ്പോൾ ഒരു വയലിൻ തന്റെ കണ്ണിലേക്ക് ഒന്നുടക്കുവാനിടയായി തീർന്നു. താൻ ആ വയലിനടുത്ത് വളരെ നന്നായി അതിനെ പൊട്ടിപ്പൊളിഞ്ഞ സ്ട്രിങ്സ് എല്ലാം നല്ല രീതിയിൽ കെട്ടി ട്യൂൺ ചെയ്ത് താൻ മനോഹരമായി ഒരു ഗാനം പാടുവാനിടയായി തീർന്നു. അതിരാവിലെ ഈ ധനാഢ്യനായ മനുഷ്യൻ ഉണരുമ്പോൾ താൻ കേൾക്കപ്പെടുന്നത് ഒരു സംഗീതം കേട്ടുകൊണ്ടാണ് താൻ ഉണരുവാനിടയായി തീർന്നത്. താനിത് തിരക്കിയപ്പോൾ തന്റെ റൂമിൽ അഭയം പ്രാപിച്ച ആ മനുഷ്യൻ തന്റെ പഴയകാല പൊട്ടിപ്പൊളിഞ്ഞ ആ വയലിൻ നന്നായി അതിനെ വായിക്കുന്ന ശബ്ദം കേൾക്കുവാനിടയായി തീർന്നു. ഇതെങ്ങനെ സാധിച്ചു എന്ന് ഈ മനുഷ്യനോട് ചോദിച്ചപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞത്, ഞാനൊരു വയലിൻ നന്നാക്കുന്ന അല്ലെങ്കിൽ വയലിൻ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്റെ ജീവിതം ഇങ്ങനെ അധപ്പതിച്ചു പോകുവാനിടയായി തീർന്നു. ഇതിന്റെ കേടുപാടുകൾ തീർക്കുവാൻ, ഇത് നന്നാക്കുവാൻ എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ഞാൻ അതിനെ വ്യക്തമായി നന്നാക്കി എന്ന് പറയുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ജീവിതം തള്ളപ്പെട്ടതായിട്ട്, നമ്മുടെ ജീവിതം പല രീതിയിൽ പൊട്ടിപ്പൊളിഞ്ഞ് മുന്നോട്ട് പോകുവാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുമ്പോൾ നമ്മെ സഹായിക്കുന്ന, നമ്മുടെ കേടുപാടുകൾ മാറ്റുന്ന, നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് മാറ്റം തരുന്ന ഒരു സർവശക്തനായ ദൈവത്തെയാണ് ഈ സന്ധ്യാസമയം നമ്മൾ വാഴ്ത്തുന്നത്, സ്തുതിക്കുന്നത്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഏത് പ്രശ്നങ്ങളായിരുന്നാലും, ജീവിതത്തിലെ ഏത് കേടുപാടുകളായിരുന്നാലും മാറ്റി നമ്മെ സൗഖ്യമാക്കുവാൻ, നമ്മെ വിടുവിക്കുവാൻ, നമ്മെ നിത്യതയിലോളം എത്തിക്കുവാൻ സർവശക്തനായ ദൈവത്തെ അത്രേ ഈ സന്ധ്യാസമയം നാം ആരാധിക്കുന്നത്. ആ ദൈവത്തെ ആരാധിക്കുന്ന, ആ ദൈവത്തെ വാഴ്ത്തിപ്പാടുന്ന ഒരു ഗാനം കർത്താവിന്റെ ദാസി നിങ്ങൾക്കായി ആലപിക്കുന്നു. ദയവായി ശ്രമിച്ചാലും
പണ്ടു തന്നെ വാഴി ആരും പറഞ്ഞാലും ഞാനിതാകുമോ ആരും കൈവിട്ടാലും നീ എന്നെ കൈവിടുമോ സ്വർഗം
Praise the Lord. സന്തോഷമായിരിക്കും. നല്ലൊരു കരങ്ങൾ എഴുതിയ സർവശക്തനായ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ ഒരു അഭ്യാസിയായ മനുഷ്യൻ നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ ഇരു കരങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു റോപ്പ് വലിച്ചു കെട്ടുവാനിടയായി തീർന്നു. ആ റോപ്പ് വലിച്ചു കെട്ടിയിട്ട് താൻ ഒരു സൈക്കിളിൽ അതിന്റെ മുകളിലൂടെ അതിനപ്പുറവും ഇപ്പുറവും കടന്ന ചില അഭ്യാസങ്ങൾ കാണിക്കുവാനിടയായി തീർന്നു. താൻ അങ്ങനെ ആയിരിക്കുമ്പോൾ ഒരു വലിയൊരു ജനസമൂഹം കാഴ്ചക്കാരായി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവരോട് ഈ മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾക്കാർക്കെങ്കിലും എന്റെ കൂടത്ത് ഈ സൈക്കിളിന്റെ പുറകിൽ കയറിയിരുന്ന അപ്പുറത്തേക്ക് കടന്നു പോരുവാൻ ധൈര്യമുണ്ടോ എന്ന് ഞാൻ ഒരു പ്രാവശ്യം ചോദിച്ചു, 2 പ്രാവശ്യം ചോദിച്ചു, പല പ്രാവശ്യം ചോദിച്ചിട്ടും ആരും ധൈര്യം കാട്ടില്ല. എന്നാൽ ആ ജനസമൂഹത്തിന്റെ ഇടയിൽ നിന്ന് ഒരു പൈതൽ ഓടി വന്ന് ഈ സൈക്കിളിൽ കയറുവാനിടയായി തീർന്നു. എന്നാൽ ആ സൈക്കിളിൽ കയറിയ പൈതലിനുമായി ഈ അഭ്യാസിയായ മനുഷ്യൻ ഈ വലിച്ചു കെട്ടിയ റോപ്പിലൂടെ അപ്പുറം കടന്നു പോകുവാനിടയായി തീർന്നു. അതുപോലെ ഇപ്പുറം കടന്നു വന്ന ആ മകൻ അവിടെ ഇറങ്ങുവാനിടയായി തീർന്നു. അവിടെ നോക്കിക്കൊണ്ടിരുന്ന കാണികൾ ഇപ്രകാരം ചോദിച്ചു, മകനെ, നീ എന്ത് ധൈര്യത്തിലാണ് ഈ സൈക്കിളിന്റെ പുറകിൽ കയറുവാനിടയായി തീർന്നത്? ഈ വെള്ളത്തിലേക്ക് നീ പതിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ജീവൻ പോലും തിരിച്ചു കിട്ടത്തില്ല. അത്ര ഭയാനകമാകുന്ന അന്തരീക്ഷമാണ്. എന്നാൽ ആ പൈതൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആ കൂടിയിരുന്ന ജനത്തോട് ആ കുഞ്ഞിപ്രകാരമാണ് പറഞ്ഞത്, ആ സൈക്കിൾ ഓട്ടിക്കുന്ന അഭ്യാസിയായ മനുഷ്യൻ അത് എന്റെ പിതാവാണ്. ആ പിതാവ് എന്നെ ഒരിക്കലും ഈ നിലത്തിട്ട് അല്ലെങ്കിൽ ആ പുഴയിലിട്ട് കൊന്നുകളയുവാൻ അല്ലെങ്കിൽ നശിപ്പിച്ചു കളയുവാൻ എന്റെ പിതാവിന് ഒരിക്കലും കഴിയുകയില്ല. ആ വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ സൈക്കിളിന്റെ പുറകിൽ കയറിയതെന്ന് ആ മകൻ പറയുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പല പ്രാവശ്യം വീണു പോകേണ്ട, നശിച്ചു പോകേണ്ട അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു.